മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നല്ലെങ്കിൽ സിനിമ 3 മണിക്കൂറായിരിക്കണം, അല്ലെങ്കിൽ 2.5 മണിക്കൂറായിരിക്കും. ഇതിനുവേണ്ടി അവർ ഒന്നല്ലെങ്കിൽ കുറേ പാട്ടുകൾ കുത്തിക്കയറ്റും, അല്ലെങ്കിൽ സീനുകൾ വലിച്ചു നീട്ടും. ഷൈൻ നിഗത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ദൃഢം. മാർട്ടിൻ ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തത്. മാർട്ടിൻ ജോസഫ് ദൃശ്യം 2, നേര് എന്നുള്ള സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. പുള്ളി നല്ല കഴിവുള്ള മനുഷ്യനാണ്. അതിൻ്റെ കഴിവ് പുള്ളി സിനിമയിലും കാണിച്ചിട്ടുണ്ട്. സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് വലിച്ചു നീട്ടി, എന്തൊക്കെയോ കഥ, അല്ലെങ്കിൽ പുള്ളി എവിടെ ചെന്നു, പുതിയതായിട്ടൊരു സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ ചെല്ലുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റാണ്. അപ്പോൾ അവിടെ വരുന്നൊരു എന്താണ് സ്റ്റേഷൻ, ആ സ്റ്റേഷനിലുള്ളവരൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു സെറ്റപ്പ്. കഥയിലേക്ക് കിടക്കാൻ വീണ്ടും ഭയങ്കരമായിട്ട് വിമുഖത എടുത്ത പോലെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് ആയപ്പോഴും, അല്ലെങ്കിൽ പടം കുറച്ച് മാറിയപ്പോഴും അതിലാരാണ് വില്ലൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ക്രൈം സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ഒരു പോയിന്റ് അല്ലെങ്കിൽ എവിടെയോ കണക്റ്റ് ആവുന്ന രീതിയിലുള്ള സിനിമ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കുറേ സീനുകളും പടത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന ഷൈമികം തുടരെ അവിടെ 3 കൊലപാതകം നടക്കുന്നു, ഒരു ബാങ്ക് റോബറി നടക്കുന്നു. പക്ഷേ ഈ കൊലപാതകങ്ങൾ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ കൊല ചെയ്ത സമയവും ഈ സിനിമയിൽ കാണിക്കുന്ന അവസ്ഥയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ഒരു വളരെ വലിയ ചോദ്യമായിട്ട് തന്നെ നിലനിർത്തുന്നതാണ്. എന്തായാലും അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് പിന്നീട് അങ്ങോട്ട് സിനിമ പോകുന്നത്. പടത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ BGM കൊടുത്തേക്കുന്ന ചില സമയത്തുള്ള BGM എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ട്വിസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. എന്നാലും ട്വിസ്റ്റുകൾ വരുമ്പോൾ ഉള്ളൊരു BGM ഒന്നും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സിനിമയ്ക്ക് ഒരു സ്ഥലത്തും കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീനുണ്ട്, വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അതിനപ്പുറം ആ പടത്തിൽ ആ ഫൈറ്റ് വേറെ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ മറ്റാർക്കും ഇതിലിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൽ കാര്യം. ആ രീതിയിൽ ഫൈറ്റ് സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോഴും ഒരു ചെറുതായിട്ട് ഇവൻ പണ്ട് ആരായിരുന്നു എന്നൊരു സാധനം കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഓക്കെ എന്നുള്ളൊരു സാധനം വന്നേനെ. പക്ഷേ കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പടത്തിൻ്റെ ട്വിസ്റ്റുകൾ വരുമ്പോഴും അതുപോലെ തന്നെയാണ്. പടം നമുക്ക് ട്വിസ്റ്റുകളെല്ലാം നേരത്തെ മനസ്സിലാവും. എന്തിനാണ് ഈ ട്വിസ്റ്റ്, അത് ആരാണ്, എവിടെയാണ്, അതെന്തിനാണ് കാണിക്കുന്നത്, ഇതെല്ലാം നമുക്കറിയാം. പിന്നെ ഇയാളല്ല ഇത് എന്ന് അറിയാം. പിന്നെ പടം വലിച്ച് നീട്ടുക എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യുകയാണ്. ഒരാളെ നമ്മൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കറിയാം ഇതല്ല ആള്, നമ്മൾക്ക് നേരെ മുമ്പിൽ കാണാം മറ്റേതാണ് ആളെന്ന്. പക്ഷേ അത് വെച്ച് പിന്നെയും കഥ നീട്ടിക്കൊണ്ടു. എന്തോ പോലീസ് ചില സിനിമകളിൽ ചെയ്യുമ്പോൾ തല്ലിച്ചതച്ച് വീണ്ടും അത് കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകുന്ന പരിപാടിയൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്.